ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ കൊല്ലം ജില്ലയിലെ കുറച്ച് കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മുടെ ശാസ്താംകോട്ട കായലും മൺറോ തുരുത്തും കൊല്ലം ബീച്ചിൻ്റെയും ഒക്കെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ശാസ്താംകോട്ട കായലിൻ്റെ തീരത്താണ് കേട്ടോ. നമ്മുടെ ബൈക്ക് ഇവിടെ തടാകത്തിൻ്റെ തീരത്ത് വെച്ചിട്ടുണ്ട്. വളരെ ശാന്തസുന്ദരമായ ഒരു തീരം അല്ലേ? ഒരു ചെറിയ ഓളം പോലും വെട്ടാതെ അവൻ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. പക്ഷെ കാറ്റും മഴയും വന്നു കഴിഞ്ഞാലുണ്ടല്ലോ, ഇവൻ ശാന്തൻ മാറി രുദ്രനാവും. ദാ ഇവിടെ കടവത്തൊരു തോണിയിരിപ്പു പാട്ടില്ലാതെ പുഴയില്ലാതെ എന്ന പാട്ടും പാടി ഒരു തോണിക്കാരൻ തോണിയുമായിട്ടിരിപ്പുണ്ട്. അങ്ങനെ ഞാൻ ആ തോണിയിലൊന്ന് കയറി കുറച്ചു ദൂരം ഒരു വഞ്ചിയാത്ര നടത്തി. ഒരു 5-10 മിനിറ്റ്. നല്ല മഴക്കാറുണ്ട്. ഏത് സമയവും മഴ പെയ്യും. മഴ പെയ്താൽ പിന്നെ ഇവിടെ ഇരുന്ന് നനയുക എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ കയ്യിൽ. ഈ കായലേ ഭയങ്കരമായ അഗാധമായ ആഴമാണ്. പാലം പണിയാനൊക്കത്തില്ല. ഇറങ്ങിക്കഴിഞ്ഞാൽ നീന്തി പരിചയമില്ലെങ്കിൽ കീപ്പോട്ട് പിടിച്ചുകൊണ്ട് അപ്പോഴേ പരിചയമില്ലേ താഴോട്ട് പോകും. ഈ ഒഴുക്കില്ലെങ്കിലും വേറെ ആടും തോടും കായലുമായിട്ട് ബന്ധമില്ലാത്തത് കൊണ്ട് കീഴോട്ട് ഉള്ളുവലുമുണ്ട്. നമ്മുടെ അപ്പനപ്പന്മാരുണ്ടാകുന്ന വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള കായലാണിത്. ഇതാണ് കുടിവെള്ളത്തിനുള്ള ആശ്രയം. എല്ലാ വീട്ടുകളിലും ഇപ്പോൾ സർക്കാർ പൈസയും കൊടുത്തിട്ടുണ്ട്. ഇതല്ലാതെ വേറെ ആശ്രയമില്ല. ഇതൊക്കെ പറയാനുണ്ട്. ഇവിടെ നിന്നാണോ കുടിവെള്ളം പോകുന്നത്? ശുദ്ധീകരിക്കാം. മഴ പെയ്യും സാർ, പെയ്യും. അത് നമുക്ക് അങ്ങ് അടുക്കാം. ഈ തടാകമുണ്ടല്ലോ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. കാവാബോറസ് എന്ന ഒരു പ്രത്യേകതരം ലാർവ ഈ ജലാശയത്തിൽ വളരുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ ലാർവകൾ ഈ ജലാശയത്തിലുണ്ടാകുന്ന കോളിഫോം ബാക്ടീരിയകളെയും മറ്റു ബാക്ടീരിയകളെയൊക്കെ ഭക്ഷണമാക്കും. അങ്ങനെ ഈ ജലാശയത്തെ ശുദ്ധജലമായിട്ട് നിലനിർത്തും. ഭയങ്കര ആശ്രയമല്ലേ സാറേ? എല്ലാ വീട്ടിലും ഇപ്പൊ പൈപ്പുണ്ട്. ഒരു ഒറ്റ വീട്ടിലും ഇല്ല വീടൊഴിയാതെ. ഉപ്പിന്റെ അംശം ലവലേശം പോലുമില്ലാത്ത പരിപൂർണ ശുദ്ധജലമാണിത് കേട്ടോ. കൊല്ലം ജില്ലയിലെ ഏറ്റവും വലിയ കുടിവെള്ള സ്രോതസ്സാണ് ഈ ശാസ്താംകോട്ട ലേക്ക്. നമ്മളെയൊക്കെ അമ്പരിപ്പിക്കുന്ന വേറൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ തടാകത്തിലേക്ക് പുറത്തുനിന്ന് ഒരു തോടോ കനാലോ ആറോ പുഴയോ ഒന്നും തന്നെ വന്ന് ചേരുന്നില്ല എന്നുള്ളതാണ്. ഒരു 10 കിലോമീറ്ററോളം വിസ്തൃതിയിൽ ഒഴുക്കില്ലാതെ സ്വാഭാവിക ഉറവയിൽ നിന്നും നിറഞ്ഞു കിടക്കുന്ന ഈ തടാകം ശരിക്കും ഒരു അതിശയം തന്നെയല്ലേ? ലോകത്തിലെ ഏറ്റവും ആഴം കൂടിയ സ്ഥലമായ മരിയാന ട്രഞ്ചിന്റെ വരെ ആഴം അളന്നു തിട്ടപ്പെടുത്തിയ ഈ കാലത്ത് ഈ തടാകത്തിന്റെ ആഴം എത്രയെന്ന് ഇതുവരെയും അളന്നു തിട്ടപ്പെടുത്തിയിട്ടില്ല എന്നത് വേറൊരു കൗതുകകരമായ കാര്യമാണ്. 1982 ശക്തമായ കാറ്റിലും മഴയിലും ഇവിടെ തോണി മറിഞ്ഞ് 22 പേരോളം മരിക്കുകയുണ്ടായി. അതിൽ പലരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ പോലും പറ്റിയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് അഗാധമായ താഴ്ചയും ഉൾവലിവും ചെളിയും ഒക്കെ നിറഞ്ഞു കിടക്കുന്നതായിരിക്കണം ഇതിൻ്റെ അടിത്തട്ട്. നല്ല മഴ വരുന്നുണ്ട്. 1982 ആവർത്തിക്കാൻ വയ്യാത്തത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് കരയിലേക്ക് പോകാം. അങ്ങനെ കരയിലെത്തി. പുറകെ വേണ്ട കാറ്റും മഴയും വന്നു. ആദ്യം കണ്ട ശാന്തസുന്ദരമായ തടാകത്തിൻ്റെ വേറൊരു വേർഷൻ കണ്ടോ? അതാണ് പ്രകൃതി. അപ്പോൾ ഇവിടെ ഇനി നിന്നിട്ട് കാര്യമൊന്നുമില്ല. മഴ തകർത്ത് പെയ്യട്ടെ. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ മൺറോ തുരുത്തിലേക്ക് പോകാം. ഒരു 10-16 കിലോമീറ്റർ സഞ്ചരിച്ച് ശാസ്താംകോട്ട കായലിൽ നിന്നും മൺറോ തുരുത്തിലെത്തി നമ്മളിപ്പോൾ. മൺറോ തുരുത്തിലെ മെയിൻ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ്. കൂടുതലും ഇവിടെ തോണിയിലാണ് ബോട്ടിംഗ് ചെയ്യുന്നത്. ശിക്കാര ബോട്ടുകളും ഉണ്ട്, പക്ഷെ കുറവാണ്. അതിന് കാരണം ഇവിടെ ബോട്ടിംഗ് കൂടുതലും ചെയ്യുന്നത് കണ്ടൽക്കാടുകൾക്കിടയിലൂടെയും ചെറിയ ചെറിയ തോടുകളിലൂടെയൊക്കെയാണ്. അതിന് ശിക്കാര ബോട്ട് പറ്റില്ല. അതാണ് കേട്ടോ. കണ്ടോ അഷ്ടമുടിക്കായൽ ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്നത്. അഷ്ടമുടിക്കായലിലെ അന്ന നടത്തോണിയിലെ ചിന്നക്കിളി ചിങ്കാരിക്കിളി എന്ന പാട്ടൊക്കെ പാടി ഒരു തോണിയും എടുത്ത് വെറുതെ തുഴഞ്ഞങ്ങ് പോണം. എന്ത് രസമാണ്. ഇവിടെ ചേട്ടന്മാര് തോണി മറിച്ച് അതിലെ വെള്ളമൊക്കെ കളയുന്നുണ്ട്.
ഇവിടെ ഒരു തോണിയെ ബന്ധനസ്ഥനാക്കിയിട്ടിരിക്കുന്നത് കാണാം. കണ്ടൽ ചെടികൾ കുറച്ചുകൂടെ നിൽപ്പുണ്ട്. അതിനടുത്തുകൂടി നടക്കാനൊരു നടപ്പാത ഇട്ടിട്ടുണ്ട്. അപ്പുറത്ത് കായൽ. ഇതൊക്കെയാണ് മൺട്രോ എന്ന് പറയുന്നത്. ഇതുവഴി ഒരു ഫാമിലി തമാശകളൊക്കെ പറഞ്ഞ് ബഞ്ചി യാത്ര നടത്തുന്നു. സംസാരം കേട്ടിട്ട് പാലക്കാരാണെന്നാണ് തോന്നുന്നത്. അവർ എന്നെ എന്തായാലും പാലക്കാരനാക്കി. ഒരു മനുഷ്യന്റെ അടുത്ത് ഞാൻ കുനിച്ചിട്ടുള്ളതല്ല. ഇപ്പൊ കുനിയാറായോ? ഏത് വലിയവനും എവിടെയെങ്കിലും ഈ ചെറിയ കലിങ്ങിന്റെ ഗ്യാപ്പിലൂടെ വേണം അപ്പുറത്ത് കിടക്കാൻ. തല ശരിക്കും കുനിച്ചില്ലെങ്കിലുണ്ടല്ലോ, അപ്പുറം ചെല്ലുമ്പോൾ പിന്നെ തല കാണത്തില്ല. ഞാൻ എന്തായാലും ഇവിടെ ബോട്ടിംഗ് ഒന്നും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം സമയമില്ല, പിന്നെ മഴയും. അതുകൊണ്ട് ഇവിടെ തീരത്ത് നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കാമെന്ന് കരുതി. അങ്ങനെ കായൽ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് നിന്നപ്പോൾ ഇത് കണ്ടോ, ഒരു ഓളവും വെട്ടലും കുമിളകളൊക്കെ. അതെന്താണെന്ന് ഞാൻ ഇങ്ങനെ കുറേ നേരം നോക്കി നിന്നു കേട്ടോ. അപ്പോൾ ഇതാ പൊങ്ങി വരുന്നു ഒരു തല. മൂപ്പര് കക്ക വാരുകയാണ്. മെയിൻ ഭക്ഷണം കക്ക ഒറിജിൻ 7 കൂട്ടം കറിയാ വെക്കുന്നത്. ഫ്രൈ ചെയ്യാം, തോരൻ വയ്ക്കാം, കറി വയ്ക്കാം, റോസ്റ്റ് ചെയ്യാം, ഒരു രസം വയ്ക്കാം. ഇങ്ങനെ പല കൂട്ടം കറികൾ ഈ ഒരു ഇതുകൊണ്ട് നമ്മുടെ ഇവിടുത്തെ ഇഷ്ടമില്ല. മെയിൻ ഇതാ കക്ക. പുള്ളി കറികളെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ബ്ലൂം പിന്നെയും മുങ്ങി. ഈ മുങ്ങൽ കണ്ടപ്പോൾ എനിക്ക് മറ്റേ ജലദേവതയാണ് ഓർമ്മ വന്നത്. മരം വെട്ടുകാരനായിരുന്ന രാമുവിൻ്റെ കോടാലി കണ്ടുപിടിച്ച് കൊടുത്ത ജലദേവത ഇപ്പോൾ കോടാലിയുമായിട്ട് പൊങ്ങി വരും. കറക്റ്റായോ? ഇവിടെ കുട്ടവഞ്ചി സവാരിയുണ്ട് കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. അപ്പോൾ ഇവിടെ ബോട്ടിങ് നടത്താൻ ചാർജ് വരുന്നത് 500 രൂപ മുതൽ 1500 രൂപ വരെയാണ്. 1 മണിക്കൂറിനാണ് കേട്ടോ. ബോട്ടുകളുടെ വലിപ്പവും ആളുകളെ കയറ്റാനുള്ള കപ്പാസിറ്റിയൊക്കെ അനുസരിച്ചിട്ടാണ് ചാർജുകൾ മാറുന്നത്. ചെറിയൊരു വള്ളത്തിൽ 6-7 പേർക്ക് 1 മണിക്കൂറിന് 500 രൂപയ്ക്കൊക്കെ ബോട്ടിങ് നടത്താം. സീസൺ അനുസരിച്ച് ചിലപ്പോൾ വ്യത്യാസമൊക്കെ വന്നേക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മൺട്രോ എസ്കേർവ് വ്യൂ പോയിന്റ് എന്ന സ്ഥലത്താണ്. ഇവിടേക്ക് വരുമ്പോൾ തന്നെ വഴിയിൽ ബോട്ടിംഗ് എന്ന ബോർഡും പിടിച്ച് ആളുകൾ നിൽപ്പുണ്ടാവും. പലരോട് റേറ്റൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് അഫോർഡബിളായിട്ട് തോന്നുന്ന ബോട്ടിംഗ് എടുക്കുക. അങ്ങനെ എസ്കേർവ് വ്യൂ പോയിന്റിൽ നിന്ന് നേരെ സാമ്പ്രാണിക്കോടി ലക്ഷ്യമാക്കി നമുക്കിനി പോകാം. ഇവിടെ മൺട്രോ നിന്ന് ഒരു ജങ്കാർ സർവീസ് ഉണ്ട് അക്കരെ എത്താൻ. അക്കരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു 10 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ സാമ്പ്രാണിക്കോടിയിലേക്ക്. ജങ്കാർ കയറാതെ നമ്മൾ റോഡ് വഴി പോവുകയാണെങ്കിൽ ഒരു 10-27 കിലോമീറ്റർ ഈ കായൽ ചുറ്റി വേണം അവിടെ എത്താൻ. നമ്മുടെ ജങ്കാർ ഒരു ട്രാവലറും 2 കാറുകളും ഒക്കെ കയറ്റി വരുന്നുണ്ട് കേട്ടോ. അത് തീരത്തേക്ക് അടുപ്പിച്ച് പതുക്കെ വണ്ടികളൊക്കെ ഇറക്കി തുടങ്ങി. അങ്ങനെ അവിടുന്ന് വന്ന വണ്ടികളെല്ലാം ഇറങ്ങിയ ശേഷം ഇവിടുന്നുള്ള വണ്ടികളൊക്കെ കയറി തുടങ്ങി. അങ്ങനെ നമ്മുടെ ബൈക്കും കാറും സ്കൂട്ടറും ഓട്ടോയും ഒക്കെ കയറ്റി ജങ്കാർ പതുക്കെ മൂവായി തുടങ്ങിയേ. ഒരാൾക്ക് 10 രൂപയാണ് ടിക്കറ്റ്, വണ്ടിക്കും 10 രൂപ. അങ്ങനെ അഷ്ടമുടിക്കായലിൻ്റെ ഒരു ഓരത്ത് നിന്ന് കായൽ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവുകയാണ്. പട്ടംതുരുത്ത് കടവിൽ നിന്ന് പെരുമ്പൻ ദേവീക്ഷേത്രം കടവിലേക്കാണ് ഈ ജങ്കാർ സർവീസ് ഉള്ളത്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് നേരെ സാമ്പ്രാണിക്കോടിയിലേക്ക് പോകാനാണ് എൻ്റെ പ്ലാന്. ഇതിൽ നിന്ന് ഇറങ്ങുന്ന കാഴ്ചകളൊന്നും വീഡിയോ എടുക്കാൻ നിൽക്കുന്നില്ല. കാരണം വീഡിയോ എടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള വണ്ടികളൊക്കെ ഇറക്കാൻ താമസിക്കും, ചിലപ്പോൾ തെറിയും വിളിക്കും. അപ്പോൾ ഇനി നേരെ സാമ്പ്രാണിക്കോടി ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ നമ്മൾ സാമ്പ്രാണിക്കോടിയിലെത്തി. ഒരു ഹൗസ് ബോട്ട് കായലിലൂടെ പോകുന്നുണ്ട്. സാമ്പ്രാണിക്കോടിയിൽ കായലിന് നടുക്ക് നമുക്ക് ഇറങ്ങി നിൽക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അങ്ങനെ ചുമ്മാ ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. കായലിൻ്റെ ഒരു ഭാഗത്ത് തീരെ ആഴം കുറവാണ്. നമ്മുടെ മുട്ടോളം വെള്ളമേ അവിടെ കാണത്തുള്ളൂ. അവിടേക്ക് നമുക്ക് ഇവിടുന്ന് ബോട്ട് കയറി പോകണം. ഒരാൾക്ക് 180 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആ ഭാഗത്തേക്ക് പോകാൻ. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. അവിടേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് സാമ്പ്രാണിക്കോടി ബോട്ട് ജെട്ടി. അപ്പോൾ ഇന്നേ ദിവസം പെരുമഴയായതിനാൽ ഇവിടുത്തെ ടൂറിസം ആക്ടിവിറ്റികളെല്ലാം തൽക്കാലത്തേക്ക് നിർത്തി വെച്ചിരിക്കുകയാണ്. അങ്ങോട്ടേക്ക് ആരെയും കടത്തി വിടത്തില്ല.
ദാ ഇവിടെ ഒരു കുരിശുപള്ളിയൊക്കെ കാണാം. അങ്ങനെ ഇവിടെ 3G ആയതുകൊണ്ട് ഇനി നമുക്ക് നേരെ കൊല്ലം ബീച്ചിന്റെ അവസ്ഥ എന്താണെന്നൊന്ന് നോക്കിയിട്ട് വരാം. അവിടെ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. എന്തായാലും ഒന്ന് പോയി നോക്കാം വാ. അങ്ങനെ നേരെ കൊല്ലം ബീച്ചിലെത്തി. ആ കാണുന്നതാണ് ലൈറ്റ് ഹൗസ്. ലൈറ്റ് ഹൗസ് ഓപ്പൺ ആക്കിയിട്ടില്ല. അപ്പം അതും സ്വാഹ. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കയറി കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കാണാമായിരുന്നു. കടലൊക്കെ ദേ ആകെ ഇളകി മറിഞ്ഞ് കിടക്കുകയാണ്. കണ്ടിട്ട് തന്നെ ഒരു ഭീകരാന്തരീക്ഷം. ഇതിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുലിമുട്ടിലേക്കുള്ള ഗേറ്റ് മോശം കാലാവസ്ഥയായതുകൊണ്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അങ്ങോട്ട് ആരെയും കടത്തിവിടത്തില്ല. ആളുകളൊക്കെ അതിൻ്റെ തൊട്ടടുത്തും പരിസരത്തുമായിട്ടൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വട്ടം ചുറ്റി നിൽപ്പുണ്ട്. അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ. ഇത് വാടി ഫിഷിംഗ് ഹാർബറാണ്. ഫിഷിംഗ് ബോട്ടുകളൊക്കെ എല്ലാം കരയ്ക്ക് അടുപ്പിച്ചിരിക്കുകയാണ്. ഈ കാലാവസ്ഥ ആയതുകൊണ്ടാവാം ഇവർ മീൻ പിടിക്കാനൊന്നും പോകുന്നില്ലെന്ന് തോന്നുന്നു. ഇവിടെ തിരയിൽപ്പെട്ടോ മറ്റോ ഇവിടെ തന്നെയുള്ള ഒരു കുട്ടിയെ കാണാനില്ലെന്ന് ഇവരൊക്കെ പറയുന്നത് കേട്ടു. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അങ്ങനെ ഫിഷിംഗ് ഹാർബറിൽ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് വരുമ്പോൾ പിന്നെ നമുക്ക് കൊല്ലം ബീച്ചാണ്. കൊല്ലം ബീച്ചിൻ്റെ തീരത്തേക്ക് നമുക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം. ബീച്ച് ഏരിയയിൽ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. ഇവിടെ ഒരിത്തിരി ശാന്തമായിട്ട് കിടക്കുകയാണ് കടൽ. പക്ഷെ അങ്ങനെ വരാൻ വഴിയില്ല. പൊതുവേ കൊല്ലം ബീച്ച് അത്ര ശാന്തമല്ല. ദാ ഇങ്ങനെയാണ് കൊല്ലം ബീച്ച്. മഴയും കാറ്റുമൊക്കെ ആയതുകൊണ്ട് ആളുകൾ അധികമൊന്നുമില്ല, എന്നാൽ ഉണ്ട് താൻ. ബീച്ച് സൈഡിൽ കുറച്ച് കാറ്റാടി മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ ഫോട്ടോ എടുക്കാനും സെൽഫി എടുക്കാനും ഒക്കെ ആളുകളുമുണ്ട്. ഈ ഒരു ഏരിയ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഉച്ച സമയങ്ങളിലൊക്കെ വന്ന് ഈ മരത്തിൻ്റെ തണലിൽ കാറ്റൊക്കെ കൊണ്ട് കടലൊക്കെ കണ്ട് കപ്പലണ്ടിയൊക്കെ കുറിച്ച് ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമായിരിക്കും. ഈ കൊല്ലം ബീച്ച് പൊതുവെ ഇത്തിരി ഡേഞ്ചറായിട്ടുള്ള ഒരു ബീച്ചാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇവിടെ കടലിൽ ഇറങ്ങുന്നതും കുളിക്കുന്നതും ഒക്കെ ഇത്തിരിയല്ല, നല്ല റിസ്ക്കാണ്. ഈ ബീച്ചിൽ ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ബീച്ചിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. റിസ്ക്കുള്ള ബീച്ചാണ്, മരണങ്ങൾ നടന്നിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഈ ബീച്ചിൻ്റെ കര പൊങ്ങിയും കടൽ താണുമാണ് കിടക്കുന്നത്. എല്ലായിടത്തും അല്ല, ചില സ്ഥലങ്ങളിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ് കൊല്ലം ബീച്ചിൻ്റെ കാഴ്ചകൾ. മഴയായതുകൊണ്ട് തന്നെ കച്ചവടക്കാരൊക്കെ വളരെ കുറവാണ്. കൊല്ലം കണ്ടവന് ഇല്ലം വേണ്ട എന്നൊരു ചൊല്ലുണ്ട്. പക്ഷെ ഞാൻ എന്നൊക്കെ കൊല്ലത്ത് വന്നിട്ടുണ്ടോ അന്നൊക്കെ ഇല്ലത്തേക്ക് തിരിച്ചു പോയിട്ടുമുണ്ട്. പിന്നെന്താണ് അങ്ങനെ ഒരു ടോക്ക്? അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കൊല്ലം കാഴ്ചകൾ. ഇന്ന് നടക്കാതെ പോയ സാമ്പ്രാണിക്കൊടിയുടെ കാഴ്ചകളില്ലേ, അത് നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം, കേട്ടുമുട്ടാം. ചിൽ ദെൻ, ഗുഡ് ബൈ.